ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. പിന്നെ എന്താ വിചാരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായിട്ട് തന്ന ആ അവിടെ ഒരു വാക്ക് കേട്ടോ, മനുഷ്യനായ യേശു ക്രിസ്തു. സത്യമുണ്ടോ വാക്ക്? യേശു ക്രിസ്തു ദൈവപുത്രനാണ് അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് മനുഷ്യനായ യേശു ക്രിസ്തു. അതെന്താ മനുഷ്യനായിട്ട് യേശു ക്രിസ്തു വന്നേ? മനുഷ്യനെ നേടുവാനായിട്ട്. ഓക്കെ. അപ്പൊ യേശു ക്രിസ്തു ഒരു മനുഷ്യന് കടലിന് മടക്കി കൂടെ നടക്കാൻ പറ്റുമോ? മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ എല്ലാം യേശു ക്രിസ്തു ദൈവികത്തിൽ നിന്ന് തന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തത് അല്ലേ? പക്ഷെ യേശു ക്രിസ്തു പൂർണ്ണനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തീർന്നത് ഈ ക്രൂശിൽ കിടക്കുമ്പോഴാണ്. അതായത് എൻ്റെ മുമ്പിരിക്കുന്ന അച്ചായനെ ഈ യേശു ക്രിസ്തുവിനെ പോലെ തല്ലിയും കുത്തിയും ആണി അടിച്ച് ക്രൂശിൽ തൂക്കിയിട്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കാരണം എന്താണ്? എനിക്കൊരു അധികാരവുമില്ല, എനിക്കൊരു ശക്തിയുമില്ല. കാരണം വെറും ഒരു മനുഷ്യനല്ലേ. ഇങ്ങനെ ഇവൻ തന്നെത്താൻ താഴ്ത്തിപ്പെട്ടു വേറും ഒരു മനുഷ്യനായിട്ട് ഇവൻ രൂപാന്തരം ചെയ്യും. എന്ന് വെച്ചാൽ ഇവനിപ്പോൾ ദൈവികമായിരിക്കുന്ന ഒരു ശക്തിയും അപ്പോഴില്ല. കാരണം എല്ലാത്തിനും അതുകൊണ്ട് പിന്നെ ഫിലിപ്പിലെ നമ്മൾ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിട്ട് തോന്നുന്നു. അപ്പോഴെന്താണ്? യേശുക്രിസ്തു തൻ്റെ ദൈവികത്തെ മുഴുവൻ ഉപേക്ഷിച്ച് കളഞ്ഞ് പൂർണ്ണ മനുഷ്യനായിട്ട് തീർന്നത് ഈ ക്രൂശിലാണ്. യാതൊരു ദൈവികത്വം അവനിപ്പം ഇല്ല. അത് അവൻ സ്വീകരിച്ചില്ല, അതെല്ലാം കളഞ്ഞു. ഇപ്പം വേറൊരു മനുഷ്യൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ, അതായത് അവൻ നമ്മുടെ പാപങ്ങളെ ചുമക്കാനല്ലേ വന്നത്. അപ്പം നമ്മുടെ പാപങ്ങളെ തനിക്ക് ഒരു ദൈവത്തിൽ പാപം ചുമക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവം വെളിച്ചത്തിനകത്ത് ഇരുട്ട് കയറ്റാൻ പറ്റുമോ? ഇപ്പം ഇവിടെ വെളിച്ചമുണ്ട്, ഇതിനകത്ത് കുറെ ഇരുട്ടുണ്ടാക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. അപ്പം വെളിച്ചത്തിനകത്ത് ഇരുട്ട് കയറാത്തത് കൊണ്ട് ദൈവത്തിൽ പാപം പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ തന്നെത്താൻ അവൻ മനുഷ്യനായിട്ട് അങ്ങ് താഴ്ത്തി. അവനൊരു മനുഷ്യനായിട്ട് തീർന്നാൽ നമ്മുടെ പാപം ചുമക്കാമല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറാണെന്ന് കൂട്ടിക്കോ. ആച്ചാൻ അവിടുന്ന് ഒരു ദുർബലനായ മനുഷ്യനാണ്, ദൈനംദിന ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. ആച്ചാൻ അവിടുന്ന് ഒരു ചുമട് അല്ല ഒരു 50 അല്ലെങ്കിൽ 30 കിലോയുടെ അരിയുടെ ചാക്ക് തോളത്ത് വെച്ചോണ്ട് ഏന്തി വരിക. അപ്പം ഞാൻ ഇവിടുത്തെ കളക്ടറല്ലേ, ഞാൻ ആ കളക്ടറുടെ വണ്ടിയിൽ ഇന്നോവ കാറിൽ ഇങ്ങനെ വരുമ്പോൾ അച്ചാൻ ഇങ്ങനെ ഈ അരി ചുമ്മിക്കൊണ്ട് കൂനി കിതച്ച് വരിക. അപ്പം ഞാൻ കളക്ടറാണ്, എനിക്ക് അരി ചുമക്കാൻ പറ്റുമോ? ഇവിടെ പറ്റത്തില്ല, എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കളക്ടറുടെ പദവിയിലിരിക്കുന്നവരാണ്. എനിക്ക് അവിടെ ഇറങ്ങി അച്ചാൻ്റെ ഇതും ചുമ്മിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല. മനസ്സിലല്ലേ? ഇത് ഞാൻ ചോദിച്ചാൽ പോലും തരുമോ? ഇല്ല. അതുകൊണ്ട് കളക്ടറായിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കളക്ടർ പദവി അങ്ങ് രാജിവെച്ചു. എന്നിട്ട് ഞാനും അച്ചാനെ പോലെ ഒരു കുറിയാണ്ട് കൊടുത്ത് കൂടി. കാരണം അച്ചാൻ്റെ സമനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് താഴ്ത്തി. ഇപ്പം എനിക്ക് അച്ചാൻ്റെ സാധനം ചുമ്മാലും ആരും എന്നെ ഒന്നും പറയത്തില്ലല്ലോ. ഇത് മാത്രമല്ല, ആ ചുമടിക്കാൻ ഞാൻ ചുമക്കാൻ തുടങ്ങിയ സന്തോഷത്തോടെ തരുമല്ലോ. കാരണം നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയില്ലേ. അപ്പോൾ ഒരു കളക്ടർ പദവിയിലായിരിക്കുന്ന ഒരു ചെറിയ ഉപമ പറയുന്നതോട് ചിന്തിച്ച് കണ്ടുപിടിക്കണം. അവൻ്റെ കളക്ടർ പദവിയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ വരുമ്പോൾ ഒരു ദരിദ്രനായിരിക്കുന്ന ഒരു ചുമട് ചുമക്കാൻ അവന് പറ്റത്തില്ല, ആഗ്രഹിച്ചാലും സാധ്യമല്ല. അവൻ്റെ പദവി കളഞ്ഞ് അവനും ഈ ദരിദ്രനായിരിക്കുന്ന മനുഷ്യനോട് തുല്യനായിട്ട് തീർന്നപ്പോൾ അവൻ്റെ ചുമട് ചുമക്കാം. അപ്പൊ യേശുക്രിസ്തു ദൈവമായിരിക്കോളം അല്ലെങ്കിൽ ദൈവശക്തിയോടിരിക്കോളം കാലം നമ്മുടെ പാപം ചുമക്കാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവനൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഇവിടെ മനുഷ്യനായ എന്ന് പൗലോസ് ഏറ്റെടുത്തു. ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി ഒരു മധ്യസ്ഥനേ ഉള്ളൂ അല്ലേ? നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അപ്പൊ ഇവന് ഇവിടെ പൂർണ്ണ മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവനെ ക്രൂശിച്ചത്, അതുകൊണ്ടാണ് അവനെ തുപ്പിയത്. അവനൊരു വാക്ക് പോലും വേണ്ടിയില്ല. പക്ഷെ എല്ലാം പിതാവ് നമ്മൾക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഇത്രയും ദണ്ഡനങ്ങൾ ഏൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അതേ വേദന ക്രൂശിൽ അവൻ അനുഭവിച്ചു. സഹിക്കാൻ പറ്റുമോ? അത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? അവൻ ദൈവമായിരിക്കെ അവൻ അടിച്ചു കഴിഞ്ഞാൽ അവന് വേണമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാമായിരിക്കാം, വേദന ഇല്ലാതെ അവന് മാറ്റിക്കളയാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരുവനെ അടിക്കുകയും തുപ്പുകയും തല്ലുകയും ചെയ്യുന്ന സകല വേദനകളും അവനവൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടതല്ലേ? നമ്മളല്ലേ പാപം ചെയ്തേ, നമുക്കല്ലേ ശിക്ഷ കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ച നമ്മൾ ചെയ്ത എല്ലാ പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ ശരീരം അയക്കേണ്ടത്. ഞാൻ കൊലപാതകം ചെയ്ത് എന്നെ തൂക്കിക്കൊല്ലുന്നേ, പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? എന്നെപ്പോലെ ഒരുവനായിട്ട് വന്നിട്ട് എൻ്റെ എല്ലാ പാപവും അങ്ങ് ചുമന്നു. അപ്പോൾ എൻ്റെ പാപം അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശിക്ഷ അവൻ ഏറ്റെടുക്കണ്ടേ. അതുകൊണ്ട് അവനൊരു മനുഷ്യനായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് അവിടെ വരും. അപ്പം ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് ഇടയിൽ, അതായത് ആദമിൽ കൂടെ എല്ലാവരും നശിച്ചു പോയെങ്കിൽ അഗാധതയിൽ കിടക്കുന്ന നമ്മളെ വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടനിലക്കാരൻ ക്രിസ്തുവാണ്.
ഈ ക്രിസ്തു നമ്മളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ആദ്യം ചെയ്ത പാപത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടു. ക്രിസ്തു നമ്മളെ കുഴിയിൽ നിന്ന് കയറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വേറെ ആരെങ്കിലും സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ? വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി മരിച്ചുവോ? വേറെ ആരെങ്കിലും പിതാവിനോട് സംസാരിക്കാനുണ്ടോ ബൈബിളിൽ? അപ്പോൾ പിന്നെ നമ്മൾ മറ്റൊരാളുടെ പോകുന്നതെല്ലാം പോഷത്വം.